വീട്ടിലെ ദാരിദ്ര്യം കൊണ്ടാവാം പൊതുവാൾ മാഷ് ആ കശുവണ്ടി അവിടെ കൊണ്ടുപോയി വിറ്റത്. പാവം. അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് അക്രമം അത്. മാഷ് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മാഷ് ആദ്യം വിളിക്കുക, ഇന്നസെൻ്റ് ഒന്നും കൂടെ വരണം, ഇവന്മാരൊക്കെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, താൻ പോയി നല്ലൊരു വടി ഒടിച്ചിട്ട് വാ. എന്നിട്ട് പതുക്കെ പറയും ക്ലാസ് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഞാൻ നേരെ കപ്പലണ്ടി അന്തോണി ചേട്ടൻ്റെ കടയിൽ പോയിരിക്കും, കുറച്ച് നേരം സംസാരിക്കും. ഓൾ സിറ്റ് ഡൗൺ. കബീർ ദാസിന്റെ കവിത കാണാതെ പഠിച്ചു വരാൻ പറഞ്ഞത് പഠിച്ചോ എല്ലാവരും? പഠിക്കാതെ വന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റേ. പഠിച്ചിട്ട് വരാൻ പറഞ്ഞാ പഠിച്ചിട്ട് വരണം. ഇന്നസെന്റ് ഒന്നിങ്ങി വരൂ. എന്താ മാഷേ? ഞാൻ ഇന്ന് വടിയെടുത്തിട്ടില്ല. നീ ചെന്ന് പത്തലി എത്തി ഒരു വടിയാക്കി കൊണ്ടുവാ. ഇവന്മാരെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. എവിടേക്കെന്ന് വെച്ചാ പോയിട്ട് പീരീഡ് കഴിയുമ്പോ വന്നാ മതി. ശാലിനി ആ കവിത ചൊല്ലൂ. ഓരോ വരിയായിട്ട് നിർത്തി നിർത്തി ചൊല്ലൂ. काले करेसा आज करेसा अब पर में परले हो गया एक बजूरी करेगा कब. ശാലിനി ഇരിക്കൂ. വടി വരുന്നവരെ ഈ കഴുതകൾ ഏറ്റു ചൊല്ലണം. എന്തേടാ ഇറക്കി വിട്ടാ? ഇത് വേറൊരു അഡ്ജസ്റ്റ്മെന്റാ. ഈ പീരീഡ് ഞാൻ മാത്രം ഫ്രീ. എന്നാ പിന്നെ ഒരു പൊതി എടുക്കാം. ഇന്നസെന്റ്, ഇതോടുകൂടി സംഗീതത്തിന് കൂടിയിട്ടോ. സാരമില്ലെന്നേ, അതങ്ങ് ഒരുമിച്ച് തരൂലേ? മതി. തെക്കേ തലക്കാര് കാശിന്റെ കാര്യത്തിൽ നിറവുള്ളവരാന്ന് എന്റെ അപ്പൻ എപ്പോഴും പറയാറുണ്ടേ. നീയായിട്ട് അത് ഇല്ലാണ്ടാക്കില്ലല്ലോ. എന്നാ പിടി. പക്ഷെ ഇപ്പോഴും പൊതുവാൾ മാഷെ പറ്റി ആലോചിക്കുമ്പോൾ ചെറിയൊരു കുറ്റബോധം വേറെ തോന്നാണ്. വേറൊന്നുമല്ല, ശങ്കരനാരായണ മാഷ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നിന്നും എന്നെ പിടിച്ച് പുറത്താക്കി വരാന്തയിൽ അങ്ങനെ നിന്നപ്പോൾ ടീച്ചേഴ്സ് റൂമിലേക്ക് ഒന്ന് നോക്കി. അവിടെ വേറെ മാഷന്മാരാരുമില്ല. എന്നാൽ അവിടെയൊക്കെ ഒന്ന് ചുറ്റിയടിക്കാം. അങ്ങനെ ഞാൻ ടീച്ചേഴ്സ് റൂമിൻ്റെ അകത്ത് കയറി പൊതുവാൾ മാഷുടെ ചോറ്റുപാത്രം കണ്ടു. അതെടുത്തു. ഒരു രസത്തിന് എന്തൊക്കെയായിരിക്കും മാഷ് കൊണ്ടുവന്നിരിക്കുന്ന വിഭവങ്ങൾ ഞാൻ ഒന്ന് തുറന്നു നോക്കി.
കണ്ടശ്ശേരി മാഷ് മന്ത്രിയായിരുന്നപ്പോൾ രണ്ടും കൽപ്പിച്ച് ചില തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കിയതുകൊണ്ട് നമ്മൾ മാഷുമാര് പ്രൈവറ്റ് സ്കൂളിലെ അടിമപ്പടിയെന്ന് കഷ്ടിച്ച് മാഷെ അങ്ങോട്ട് രക്ഷപ്പെട്ടു. സ്കൂളിൽ രാഷ്ട്രീയം വേണ്ട. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ പക്ഷെ അത് രാഷ്ട്രീയമായിട്ട് തോന്നും. എന്താ പൊതുവോളം മാഷേ? അന്നത്തിന്റെ മുന്നിൽ തർക്കം വേണ്ട. സേതുലക്ഷ്മി ടീച്ചർക്ക് ആ ആലോചന വന്നിട്ട് പിന്നെ എന്തായി? അതല്ലേ തമാശ. പെണ്ണ് കാണാൻ വന്ന കൂട്ടത്തില് അയാൾ ടീച്ചറുടെ അനിയത്തിയെ കണ്ടു. അയാൾക്ക് അവളെ മതിയെന്ന്. ഹോ, എന്തൊരു വൃത്തിയേടാ അത്. എന്നിട്ട് അങ്ങനെ അനിയത്തിയെ കെട്ടി സുഖിക്കണ്ട അയാളെന്ന് മൂന്നാമന്റെ മുഖത്ത് നോക്കി ആട്ടി ടീച്ചറുടെ അച്ഛൻ. കേട്ടോ സേതുലക്ഷ്മി ടീച്ചറെ, അത് നടക്കാതെ പോയത് ദൈവാധീനമെന്ന് കരുതിയാൽ മതി. ഇങ്ങനെ ഒരു പൊങ്ങന്റെ കൂടെ കഴിയേണ്ടി വന്നില്ലല്ലോ ജീവിതം. കല്യാണം കഴിഞ്ഞിട്ട് വാങ്ങാമായിരുന്നേ ഈ ഇടയിളക്കം. വർത്തമാനത്തിന്റെ ഇടയിലേ ഒരു ദോശ അധികമായി. ഇനിയിപ്പോ ആദ്യത്തെ പീരീഡ് ഉറക്കാവും. വയറ് നിറഞ്ഞ അതാ പതിവ്. ഒരു കുസൃതി ഇല്ലാത്ത ദോശ ചമ്മന്തി കൂട്ടി വിസ്തരിച്ച് മറ്റുള്ള മാഷുമാരെ കാണിക്കാൻ എന്നോണം ആംഗ്യം കാട്ടി കഴിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ നിന്ന നിൽപ്പിൽ ഉരുകിപ്പോയി. മാഷുടെ കാലുകൾ കെട്ടിപ്പിടിച്ച് മാഷോട് എനിക്ക് മാപ്പ് പറയണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞില്ല, പറയാൻ കഴിഞ്ഞില്ല. കൊല്ലപ്പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് എൻ്റെ ആ നല്ല മാഷ് മരിച്ചു. നീയല്ലേടാ ഇന്നസെന്റ്? അതെ. ദൂരെന്ന് ഒരിക്കൽ അച്ഛൻ കാണിച്ചു തന്നിട്ടുണ്ട്. എപ്പോഴും പറയും നിന്നെ കുറിച്ച് സത്യമുള്ളൊരു കുട്ടിയാണെന്ന്. എൻ്റെ മോൻ പോയി, ഇനി കിളവൻ മാത്രം. ശരിയാണ്, ഗതികേട് കൊണ്ട് മാഷ് കുട്ടികളുടെ കശുവണ്ടി കടയിൽ കൊണ്ടുപോയി വിറ്റ വിവരം ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ സത്യസന്ധനാണ്. മാഷുടെ ആത്മാവ് ഈ എപ്പിസോഡ് കാണുമ്പോൾ സ്വർഗത്തിലിരുന്ന് വിളിച്ചു ചോദിക്കും, എടാ ഇന്നസെന്റ്, നീ പറഞ്ഞ് എന്നെ ഒരു ഹീറോ ആക്കിയല്ലോ. ശരിയാണ്, പല കഥകളും പറഞ്ഞ കൂട്ടത്തിൽ മാഷുടെ ഈ കണ്ണുനീരിൻ്റെ കഥയും കൂടി പറഞ്ഞേ ഉള്ളൂ. കണ്ണുനീരും ചിരിയും ഒക്കെ ചേർന്നതല്ലേ മാഷേ ജീവിതം.